5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ബ്രാൻഡ് ന്യൂ ഹൗസാണ്. നമുക്ക് ഫുൾ റെസിഡൻഷ്യൽ ഏരിയയിൽ നമുക്ക് പണി ചെയ്തിട്ടുള്ള നല്ല മനോഹരമായൊരു വീടാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വില്ല പ്രോജക്റ്റാണ്. നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീട് നമുക്ക് ആൾതാമസം ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീട് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് നമുക്ക് വരുന്നുള്ളൂ. 5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നമുക്ക് നല്ലൊരു മനോഹരമായ വീട്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വെറും ഒരു 50 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പ്രാരം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടൈലും കാര്യങ്ങളും ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. 2 സൈഡും ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സുഖമായിട്ട് 2-3 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിണറാണ്. കിണറും കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. കിണറിൻ്റെ പൊസിഷനാണ് നമുക്ക് ഈ കാണുന്നത്. പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കവേർഡ് കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് ഉൾപ്പെടെ നമുക്ക് വരുന്നൊരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വരുന്നത്. ഇത് വലിയൊരു SUV കോമ്പാക്റ്റ് വണ്ടി സുഖമായിട്ട് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വിശാലമേറിയൊരു സിറ്റൗട്ടാണ് നമുക്ക് കിട്ടുന്നത്. 10x8 ഡയമെൻഷൻ വരുന്ന ഒരു വിശാലമേറിയ ഒരു സിറ്റൗട്ട് നമുക്ക് ഒരു വീടിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. ഫ്രണ്ടിൽ നമുക്ക് എൻട്രൻസിനായിട്ട് 2 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് വരുന്നുണ്ട്. 3D നമുക്ക് എക്സ്റ്റൻഷൻ നമുക്ക് വരുന്നുണ്ട് ഈ ഒരു എലിവേഷൻ ഭാഗത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഈ വരുന്ന ഭാഗം മുഴുവൻ നമുക്ക് പാനൽ വർക്കാണ്, വുഡൻ പാനൽ വർക്കാണ് നമുക്ക് ചെയ്തേക്കുന്ന ഒരു സർക്കുലർ മോഡലിലെ ഒരു വിൻഡോ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്ക് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്കിവിടെ കാണാൻ പറ്റും. പില്ലർ ഉൾപ്പെടെ നമുക്ക് അത് തടിയാണ് കംപ്ലീറ്റ് ആണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി തീർത്തുള്ള ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത 2 പാളിയുള്ള ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഒരു എലഗൻറ്റ് രീതിയിൽ നല്ല ലുക്കിൽ പണി ചെയ്ത് തീർത്തുന്ന നല്ല മനോഹരമായ ഒരു ഫ്രണ്ട് ഡോർ തന്നെയാണ്. നല്ല വിശാലമേറിയ വീതിയും സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫ്രണ്ട് ഡോറ് തേക്കിൻ തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോടെ നമുക്കൊന്ന് പോവാം. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം ഒരു ലെങ്തി മോഡലിലാണ് നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തെ ഈ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും 20x12 ഡയമെൻഷൻ വരുന്ന ഒരു ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പാനൽ വർക്കും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പ്രീമിയം രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങൾ തന്നെയാണ് ഫോൾ സീലിംഗ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാഗ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കാണ് നമ്മൾ ചെയ്ത് തീർത്തേക്കുന്നത്. സൈഡിലും താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ലിവിങ് ഏരിയയുടെ TV യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ലിവിങ് ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് സെപ്പറേഷൻ വന്നിട്ടുള്ളത്. പാർട്ടീഷൻ അല്ല, ഈ ഒരു മോഡലിലെ പാർട്ടീഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് നല്ല സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. അത് നേരെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ഇവിടെ കാണാൻ പറ്റും. വിശാലമേറിയ വീതിയുള്ള ഒരു സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്നൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 10x12 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രീമിയം രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അതിനോട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്ത് തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീണ്ടും കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ നല്ല അടിപൊളിയായിട്ട് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ എല്ലാം ചെയ്തേക്കുന്നത്. എൻട്രൻസിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കിച്ചൺ നമുക്കിവിടെ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതുപോലെ തന്നെ
നല്ല പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു എൻട്രൻസിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ കിച്ചൺ. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു കിച്ചൺ. കളർ തീം എല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കാര്യങ്ങൾ കളേഴ്സാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നല്ല പ്രീമിയം രീതിയിലുള്ള ഫോൾ സീലിംഗ്, സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കിയാണ് കൊടുത്തേക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് നല്ല സ്പേഷ്യസിനായിട്ട് സ്പേസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി നമുക്ക് ഓൾറെഡി ഈ വീടിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ഗ്ലോസി ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലെനിൻ്റെ നല്ല ചിമ്മിനി നമുക്ക് ഓൾറെഡി നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു വീടിന് നമുക്ക് വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട്. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വർക്ക് ഏരിയ ആണ് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കവേർഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് സെർവൻറ്റ് ബാത്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഇവിടുത്തെ സെർവൻറ്റ് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ സെർവൻറ്റ് ബാത്റൂമിലും യൂസ് ആക്കിയിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ കവേർഡ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഒരു വീട്ടിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾക്ക് കവേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ നനക്കല്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പൈപ്പ് കണക്ഷനും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാക്ക് യാർഡ് നമുക്ക് ഈ ഒരു വീടിന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് 4 ബെഡ്റൂമാണ് നമുക്ക് ഫ്ലോർ പ്ലാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. ബാക്കി 3 ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണാൻ പോകുന്നത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇത്ര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള വാൾ റൂംസ് നമുക്ക് ഓൾറെഡി വരുന്നുണ്ട്. മിറർ ഉൾപ്പെടെ നമ്മുടെ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂംസ് തന്നെയാണ്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നതും. ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമുക്ക് ഈ വീടിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ വരുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുമുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസിക്കുന്ന ഹാൻഡിൽസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തടിയിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ആയി ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഹാൻഡിൽസും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റേയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റേയേഴ്സ് തന്നെയാണ്. ഗ്രാനൈറ്റാണ് നമുക്ക് സ്റ്റെപ്പിലും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. സൈഡിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറുന്നിടത്ത് മുഴുവൻ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ രീതിയിൽ ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇതൊരു നമുക്ക് ഓഫീസ് ടേബിളും കാര്യങ്ങളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഈ ഒരു ഭാഗം. അതുപോലെ തന്നെ ഒരു ലിവിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ലിവിങ് ഏരിയയിൽ ചേർന്ന് തന്നെയാണ് നമുക്കിവിടെ മെയിൻ ബാൽക്കണി കിടക്കുന്നത്. ലിവിങ് ഏരിയയിൽ വരുന്ന TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് ഏരിയ താഴെയും മുകളിലുമായിട്ട് നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. മുകളിൽ വരെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 20x12 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയ സ്പേസ് മാത്രം കവറപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് ലിവിങ് ഏരിയ 3 ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ബാൽക്കണി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഈ ഒരു ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് സ്പേസ് നമുക്ക് ഈ ഒരു റൂമിലും കിട്ടുന്നുണ്ട്. 14x16 ഡയമെൻഷൻ നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾ റൂംസ് നമുക്കിവിടെ കോർണറിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോറിങ് ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളതും. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു രീതിയിലെ ഫോൾ സീലിംഗ് ആണ് വരുന്നത്. സീലിംഗ് എല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷൻ ആക്കി നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളതും. ഇവിടെ നമുക്കൊരു നല്ല മനോഹരമായ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് വരുന്നുണ്ട്. കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം സ്പേസ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്, ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ ഈ പോകുന്നത്.
ഈ കാണുന്നതാണ് വീണ്ടും രണ്ടാമത്തെ ബെഡ്റൂം. സെയിം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ നമുക്കാണ് ഇവിടെ കിട്ടുന്നത്. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ള പോലെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കിയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഓൾറെഡി നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഒരു വാൾഡ്രോബ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും. അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിലും കിട്ടുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഈ റൂമിൽ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. വീടിൻ്റെ ലാസ്റ്റിലത്തെ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 14x14 ഡയമെൻഷൻ വിശാലമേറിയ ഒരു ബെഡ് സ്പേസ് ഏരിയ, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി നമുക്കിവിടെ ചെയ്തേക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. വാൾഡ്രോബ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു ഭാഗത്ത് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾഡ്രോബ്സ് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ശരിയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂംസിലും കാണുന്നത് പോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ബാത്റൂമിലും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അത്യാവശ്യം നല്ല വിശാലമേറിയൊരു മെയിൻ ബാൽക്കണി സ്പേസ് നമുക്കിവിടെ തന്നെ കിട്ടുന്നുണ്ട്. 10x11 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയൊരു സ്പേസാണ് ഈ ഒരു ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. നല്ല മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനാക്കി ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കാണ് ഹാൻഡിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തടിയുടെ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കുലർ ഇത് വരുന്ന ഒരു വിൻഡോ നമുക്കിവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഈ ഒരു വീടിന് വരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ ടെറസിലോട്ട് പോകാനുള്ള സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീടിൻ്റെ അകത്താണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തടിയിലെ ഹാൻഡിൽസും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുകളറ്റം വരെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് കൊടുത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വിൻഡോയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് തന്നെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങൾ ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. മുകളിൽ ചെറിയൊരു ഫർഗോള ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ടെറസിലോട്ട് കയറാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഈ ടെറസിലോട്ട് കയറാൻ പറ്റുന്ന സ്പേസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റൂഫിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലോസ്ഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫ്ലോറിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂഫിങ് കാര്യങ്ങളെല്ലാം ചെയ്തെടുത്ത ഒരു വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് വൈകിട്ട് ഈവനിങ് ടൈമെല്ലാം നമുക്കിവിടെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. 2 ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇറങ്ങാനുള്ള സ്പേസ് നമുക്കവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമുക്ക് താഴോട്ടിറങ്ങാനുള്ളൊരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ്ഡ് ആയിട്ട് എടുത്ത് നമുക്ക് ചെയ്തിട്ടുള്ളൊരു ടെറസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല മലപ്രദേശവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കാണാൻ നല്ലൊരു അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ
തിരുമലയ്ക്ക് സമീപം പിടാരം എന്നുള്ള സ്ഥലത്ത് വന്നിട്ടുള്ള ഒരു 5 സെന്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്രയും നല്ല മനോഹരമായ വീടിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ലക്ഷറി ലുക്ക് വരുന്ന ഒരു വീട് തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,22,00,000 നമുക്ക് ഇതിൻ്റെ ഫുൾ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നെഗോഷ്യബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൈസാണ്. 1,22,00,000 നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും കൂടെയാണ്. പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾ സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ടോ ഈ വീടിൻ്റെ എന്ത് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ലോൺസും കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യമാണെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസ് അറേഞ്ച് ചെയ്ത് നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.